कर चले जा। कौन सा बल? क्योंकि बाकी सभी लोग अपना फल, अपना बलाइयों को शत्रुओं की हाथ में सौंपा दिया, लेकिन गिदयोन एक ही आदमी अपना बलाई शत्रु को नहीं दूंगा बोल के यहां पर लड़ रहा है। गुजराती लोग हैं ना, इसलिए थोड़ा से हिंदी में बोले। മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യണം? ദൈവം നമുക്ക് തന്നത് പിശാചിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ജയമെടുക്കുമ്പോൾ जुआ अपना ऊपर से निकल जाएगा। लेकिन प्रार्थना करना जरूरी है, आध्यात्मिक जीवन में बढ़ना जरूरी है। जब आध्यात्मिक दौर से बढ़ते जाएगा, प्रार्थना करते जाएगा, उपवास होते जाएगा, तभी ये जुआ निकल जाएगा। Praise the Lord, praise the Lord. അടുത്തൊരു വേദഭാഗത്തിലൂടെ വന്ന് എൻ്റെ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വേഗത്തിൽ ആവർത്തന പുസ്തകത്തിലേക്ക് വന്നേ. 28 47 വാക്യം. ആവർത്തന പുസ്തകം എന്ന് പറയുന്ന വീട് ആർക്കും പരിചയമില്ലേ? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ഞെരുക്കത്തോടും കൂടെ സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വയ്ക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ നിന്റെ നിന്റെ കഴുത്തിൽ ഒരു ഇരുമ്പ് നുകം വെക്കും. ആദ്യത്തെ നുഖത്തിന്റെ പേര് എല്ലാവരും പറഞ്ഞ, ഇത് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ 2000 പ്രാവശ്യം പൊസിഷൻ. ആദ്യത്തെ നുഖത്തിന്റെ പേര് പറഞ്ഞേ മിസ്രൈം നുഖം. രണ്ടാമത്തെ നുഖത്തിന്റെ പേര് പറ. ഇത് മൂന്നാമത്തെ നുഖമാണ്. എഴുതിയിട്ട് വേണം ഇരുമ്പ് നുഖം പറഞ്ഞേ. ഇരുമ്പ് യോക്ക് ഓൺ അയൺ. യോക്കിന്റെ ബലമെന്ന് പറയുന്നത് ഇരുമ്പിന്റെ യോക്ക് എന്നാ പറയുന്നത്. The yoke of iron ആണ്. ഭയങ്കര ബലിഷ്ഠമായ നുഖമാണ്. ഈ നുഖം ആരാണെന്നറിയാമോ? ആരാണ് ഈ നുഖം? ആദ്യത്തെ നുഖം മിസ്രൈം എന്ന് പറയുന്ന നുഖം, രണ്ടാമത്തെ നുഖം മിദ്യാന്യർ എന്ന് പറയുന്ന നുഖമാണെങ്കിൽ ഇരുമ്പ് നുഖത്തിന് നുഖം എന്ന് പറയുന്നത് ബാബിലോൺ ആണ്. ആരാണ്? ബാബിലോൺ. ഇന്നത്തെ ഇറാൻ, ഇറാഖ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അന്നത്തെ ബാബിലോൺ ആണ്, മെസോപ്പൊത്തോമിയാണ്. അന്നത്തെ ബാബിലോൺ ആണ് ഇന്നത്തെ ഇറാൻ എന്ന് നാം പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ വചനപ്രകാരം നടക്കാതെ വന്നപ്പോൾ ദൈവം ബാബിലോണിനെ ഒരു യോക്കായി ഉപയോഗിച്ചു. ആ യോക്ക് ഇന്ന് ഇസ്രായേലിന്റെ കഴുത്തിൽ ഒരു നുഖമായി വരികയാണ്. ആ നുഖത്തിന്റെ പേരാണ് ബാബിലോണ്യ നുഖം. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ ബാബിലോണ്യ നുഖം. ആ ബാബിലോണ്യ നുഖം എന്ന് പറയാതെ ബൈബിൾ ഭാഷയിൽ പറയുന്നത് ഇരുമ്പ് നുഖം. ഭയങ്കര കട്ടിയുള്ള ഒരു പദം. എന്ത് നുഖമാണ്? ഇരുമ്പ് നുഖം. അതങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. ബാബിലോൺ അപ്പൊ ആരെ കാണിക്കുന്നു? ഇരുമ്പിന് തുല്യമായ ശക്തിയാണ് ബാബിലോൺ. ശ്രദ്ധിക്കണേ, എന്താണ് ഇരുമ്പ്? ബാബിലോണിനെ കാണിക്കുന്നത്. എന്താണ് ബാബിലോൺ? ഇന്നത്തെ ഇറാനാണ്. അപ്പോൾ അന്നത്തെ മെസോപ്പൊത്തോമിയ അല്ലെങ്കിൽ അന്നത്തെ ബാബിലോൺ എന്ന് പറയുന്നത് മഹാശക്തിയായിരുന്നു. ആ ശക്തിയുടെ പ്രഭാവത്തെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, അവരൊരു സാധാരണ പ്രഭാവമല്ല, മറിച്ച് അവര് ഇരുമ്പ് നുഖമാണ്. അതെവിടെ വെച്ചിരിക്കുകയാണെന്നറിയാമോ? ഇസ്രായേൽ മക്കളുടെ കഴുത്തിൽ ബാബിലോൺ എന്ന് പറയുന്ന യോക്കിനെ വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? നീ ഇനി ഒരു നാളും ഉയരരുത്. മനസ്സിലാവുന്നുണ്ടോ? നന്മ പ്രാപിച്ചതൊക്കെ മതി, ഉള്ളതുമായിട്ട് വീട്ടിൽ പൊക്കോ. പ്രാപിച്ചതൊക്കെ മതി, ഒത്തിരി അധ്വാനിച്ചില്ലേ, ഒത്തിരി പൈസ ഉണ്ടാക്കില്ല, ഇനി മതി, ഇതുമായിട്ട് വീട്ടിൽ പൊക്കോ. ഉള്ളത് ഡിപ്പോസിറ്റ് ചെയ്തേച്ച് ഇനി അതിന്റെ നന്മ കൊണ്ട് നീ ജീവിച്ചോ എന്ന് പറയുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന്റെ പേരാണ് ആ ഇരുമ്പ് നുഖം എന്നുള്ളത്. ഇരുമ്പ് നുഖം ഒരുത്തന്റെ തോളിൽ വന്നാൽ അവന് നേരെ നിൽക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കണമേ, നേരെ നിൽക്കാൻ പറ്റില്ല. ഈ കാളയുടെ മുകളിൽ നുഖം വെച്ചിരിക്കുന്ന എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒന്ന് കൈപൊക്കിക്കേ.
എത്ര പേര് കണ്ടിട്ടുണ്ട്? ഈ കാളയുടെ മേൽ നുകം വെച്ച് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ നുകം വെച്ചിട്ട് ആ നുകത്തിന്റെ പിന്നിൽ വലിയ ഭാരം വലിച്ചുകൊണ്ടാണ് ഈ കാള മുന്നോട്ട് പോകുന്നത്. ഞാൻ കണ്ടിട്ട്, ഞങ്ങളുടെ വീടെന്ന് പറയുന്ന അല്പം മലമ്പ്രദേശമാണ്, ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഞങ്ങൾക്ക് കൃപയാൽ ഒരു വീട് ദൈവം തന്നത്. അവിടെ ഒരു വലിയൊരു മല കയറി വേണം ഞങ്ങളുടെ ദേശത്തേക്ക് വരാൻ. അങ്ങനെ വരുമ്പോഴേക്ക് ഈ നുകം ചുമന്നുകൊണ്ട് കാളകൾ വലിയ ഭാരം ചുമന്നുകൊണ്ട് കയറി വരും. ശ്രീജി ബ്രദറെ, ഇങ്ങനെ കയറി വരുമ്പോൾ ഇതിനവിടെ വെള്ളം കിട്ടാനില്ല, ഭാരം വളരെ കഠിനമാണ്. അതിന്റെ മുകളിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് കാളയെ അടിക്കുകയാണ്. അടിയുടെ വേദന സഹിക്കാൻ വയ്യ, ഭാരം ചുമക്കാൻ വയ്യ. അതിന്റെ കഴുത്തിലുള്ള നുകം ഭയങ്കര വലിയ നുകം, മാത്രമല്ല വലിയ കയറ്റം കയറണം. കാള ഊപ്പാട് വരികയാണ്, കാള വലിച്ചിട്ട് വലിക്കാൻ പറ്റുന്നില്ല. അതിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വെള്ളം വരികയാണ്. അതിനെ കാല് വെക്കാൻ പറ്റുന്നില്ല, അതിന് കരയാൻ പറ്റുന്നില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കണ്ണി നോക്കിയ വെള്ളം പൊടിഞ്ഞിട്ടുണ്ട്. കാളയ്ക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ. ഇതിങ്ങനെ ചുമ്മുകയാണ്, ചുമ്മുന്ന പോരാഞ്ഞിട്ട് ഒരുത്തൻ അടിക്കുകയാണ്, കാളം വലിക്കുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? വലിച്ചിട്ട് കയറുന്നില്ലെന്ന്. എത്ര നാളുകളായി ഞാൻ വലിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളുകളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി എനിക്ക് കഷ്ടത, എത്ര നാളുകളായി എന്റെ തലമുറ ഇങ്ങനെ കിടക്കുന്നത്, എത്ര നാളാണ് ഈ രോഗം ഇങ്ങനെ പോരാടുന്നത്, എത്ര നാളാണ് ഒരു പ്രശ്നം എന്നെ അലട്ടുന്നത്, എത്ര നാളായി ഞാനൊരു നന്മ അനുഭവിച്ചിട്ട് എന്ന് പറയത്തക്കവണ്ണം കാളകൾ ഈ നുകം ചുമന്നുകൊണ്ട് കയറുകയാണ്. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. ഇരുമ്പ് നുകം വന്നാൽ പിന്നെ നീ വലിയോട് വലിയ, പക്ഷെ നിനക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാത്രി നിനക്ക് പരിശുദ്ധാത്മാവ് തരാൻ വെച്ചിരിക്കുന്ന ഒരു പുതിയ ദൂതുണ്ട്. ആ ദൂത് എന്താണെന്ന് അറിയാമോ? ഇരുമ്പോട് അമ്പലങ്ങളെ തകർക്കുന്ന ഒരുത്തൻ, താമരക്കലകളെ ഉടക്കുന്ന ഒരുത്തനുണ്ട്. ഏത് വലിയ നുകത്തെയും തകർക്കുന്ന ഒരു കരമുണ്ട്. അതിന്റെ യേശുവിന്റെ കരം. യേശുവിന്റെ കരം. ആത്മാവ് ദൈവസഭയിൽ ഇടപെടുന്നു. ബാബിലോണിന്റെ നുകം നിന്റെ മേൽ അധികം നാള് വാടില്ല, അധികം നാള് പോരാടില്ല, അധികം നാള് നിന്റെ വാതിലുകൾ അടയുകയില്ല, അധികം നാള് നിന്റെ വളർച്ചയെ തടയുകയില്ല. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ദൈവസഭയോട്, ക്രൈസ്തവ ദൈവസഭയോട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. യേശുവിന്റെ കരം ചലിക്കുമ്പോൾ ഇരുമ്പ് നുകം തകർന്നു പോകും. സമയം തീരുകയാണ്. 1 മിസ്രയീം, 2 മിദ്യാന്യർ, 3 ബാബിലോൺ. 3 നുകങ്ങളാണ്. 3 നുകത്തിന് 3 പ്രത്യേകതകളാണ്. എന്നാൽ എന്റെ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 നുകത്തെയും തകർക്കുന്ന ഒരു കരം. യേശുവിന്റെ നാമത്തിൽ അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാന പ്രഭു, അവൻ നിത്യപിതാവാണ്. ഇന്ന് പകൽ അവൻ ആരും അടക്കാതെ വണ്ണം തുറക്കാം, ആരും തുറക്കാതെ വണ്ണം അവൻ അടക്കാം. ഏത് വേദനയിലും അവൻ ഇടപെടും. അവൻ പ്രവർത്തിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല, തുറക്കാത്ത വാതിലുകളില്ല, ഉടയാത്ത വാതിലുകളില്ല, തകർക്കപ്പെടാത്ത മേഖലകളില്ല. ഏത് അന്ധകാര ശക്തിയും ഏത് ഇരുട്ടിന്റെ വ്യാപാരവും യേശുവിന്റെ നാമത്തിൽ അത് തകർന്നു മാറും. യേശുവിന്റെ നാമത്തിൽ. പുതിയ നിയമത്തിൽ ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖത്തിന്റെ പേരാണ് അടിമനുഖം. എല്ലാവരും പറഞ്ഞേ. ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ സമയമില്ല, നിങ്ങൾക്ക് വേണ്ടി പോകാൻ സമയമായി. മനസ്സിലാക്കുന്നുണ്ടോ? മറ്റൊരു ദുഃഖമുണ്ട്, അടിമനുഖം. ഇത് യോക്ക് ഓഫ് സ്ലേവറി. എല്ലാവരും പറഞ്ഞു, ഒച്ചത്തി പറഞ്ഞേ, യോക്ക് ഓഫ് സ്ലേവറി. ഈ നുഖത്തിന്റെ പ്രത്യേകത, നീ ഒരിക്കലും ഉടമസ്ഥനാകില്ല, നീ എന്നും സെർവന്റ് ആയിരിക്കും. മറ്റുള്ളവന്റെ പഴിയും കേട്ട്, മറ്റുള്ളവന്റെ ദുഷിയും കേട്ട്, മറ്റുള്ളവന്റെ തട്ടും കൊണ്ട് എത്ര ജോലി ചെയ്താലും നിന്നെ ആരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നില്ല, ആരും നിന്നെ പ്രൈസ് ചെയ്യുന്നില്ല. കാളയെ പോലെ അധ്വാനിക്കുകയാണ്, കാളയെ പോലെ അധ്വാനിക്കുകയാണ്. ആരും പ്രശംസിച്ച് പറയാനൊന്നില്ല. വീട്ടിൽ വന്നാലും ആരും കംഫോർട്ട് ചെയ്യാനില്ല. മൊത്തത്തിൽ പ്രശ്നം, ആകെ മൊത്തം പ്രശ്നമാണ്. പ്രിയരെ, ബൈബിള് പറയുന്നു, അത് സംഭവിക്കുന്നെങ്കിൽ ഓർത്തോണം, ഏറ്റവും ഗുരുതരമായ നുഖമേതാണെന്നറിയാമോ? അടിമ നുഖമാണ്. 5:1 ഗലാത്യലേഖനം എന്താണ്? മനപ്പാടം പറഞ്ഞ് 5:1 പറഞ്ഞേ.
അല്ല ഗലാത്യലേഖനം 5:1 അറിയില്ല, 5:1 അറിയത്തില്ലേ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ, പറഞ്ഞേ, അടിമനുഖത്തിൽ വീണ്ടും എന്ത് ചെയ്യരുത്? പറഞ്ഞേ, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങിപ്പോകരുത്. അപ്പൊ അതിനർത്ഥം കുടുങ്ങി പോകാമെന്നല്ലേ? പാടുന്നവനും കൊടുക്കും, പ്രസംഗിക്കുന്നവനും കൊടുക്കും. പക്ഷെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയ ആ സ്വാതന്ത്ര്യത്തിൽ ഞാൻ നിലനിൽക്കണം. 4 മണിക്ക് ആരാധനയിൽ വരുമ്പോ ദാസനായിട്ടല്ല നീ വരേണ്ടത്, നീ സ്വതന്ത്രനായിട്ട് വരണം. നിന്നെ ദൈവം കെട്ടടിച്ചു വിട്ടതാണ്, നിന്റെ ദൈവം ഉയർത്തിയതാണ്, നിന്റെ ബന്ധനങ്ങളെ ദൈവം അടിച്ചു കളഞ്ഞതാണ്. ഇന്ന് പകല് നീ ഇവിടെ ഇരിക്കുമ്പോൾ നീ ദാസനായിട്ടല്ല, നീ മകനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും വലിയ നുഖമാണ് അടിമനുഖം. മറ്റു നുഖങ്ങളെയൊക്കെ ദൈവം കൈകാര്യം ചെയ്യും. പക്ഷെ അടിമനുഖത്തിന്റെ പ്രത്യേകത, ഇത് ഞാൻ സ്വയമായിട്ട് കൊടുക്കുകയാണ്, ഇത് ഞാൻ തന്നെ ഊരണം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എനിക്ക് അല്പസമയം നിൽക്കേണ്ടത്. മറ്റു 3 നുഖം പിശാചിന്റെ നുഖമാണെങ്കിൽ ദൈവം ഇടപെടും. പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പിശാച് ബാധിച്ചാൽ പ്രാർത്ഥിച്ച് പിശാചിനെ കളയാം, പക്ഷെ ദൈവം ബാധിച്ചാൽ എന്താ ചെയ്യും? സുഭാഷൻ ചിക്കുഭാഷോട് ബോധിച്ച് നടക്കുവോ? മാക്സിം ഭാഷ പോനെന്ന് വന്ന ആളെല്ലാം നടക്കുവോ? ഇനി റൈനാട്ട് നോക്കി പുള്ളി പോയെങ്കിലും വന്നാൽ നടക്കുവോ? ബെനിയൻ വന്നാൽ നടക്കുവോ? മറ്റു 3 നുഖത്തെയും ദൈവം കൈകാര്യം ചെയ്യും. പക്ഷെ അടിമനുഖത്തിൽ പെട്ടുപോയാൽ നീ തന്നെ കയറി വരണം. കാരണം നിന്നെ ഒരിക്കൽ ദൈവം സ്വതന്ത്രനാക്കിയല്ല. പക്ഷെങ്കിൽ നീ ആ സ്വതന്ത്രതയിൽ നിൽക്കാൻ കഴിയാതെ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് ആ നുഖത്തിൽ നിന്ന് ഞാൻ തന്നെ കയറി വരണം. മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോയവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പരിശോധിക്കണേ. ആത്മപരിശോധന നടത്തിക്കോണം കേട്ടോ. ഈ അടിമനുഖത്തിൽ കുടുങ്ങിയാലും പാട്ടുപാടാൻ കേട്ടോ. നല്ല പ്രസംഗവും പ്രസംഗം 119 വൈകാട്ടും പറയാം. ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷെ അടിമനുഖമാണെന്നുള്ള വിഷയം എന്നാന്നറിയാവോ? അവൻ പറയുന്ന കേൾക്കും, ദൈവം പറയുന്നതായിട്ടൊരു ബന്ധവും. മനസ്സിലാകുന്നുണ്ടോ? ദൈവം പറയുന്നതൊന്നും നടക്കുന്നില്ല. പക്ഷെ പിശാച് പറയുന്നത്, പിശാച് റൈറ്റ് എന്ന് പറയുമ്പോൾ നീ റൈറ്റ് പോകും, പിശാച് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നീ ലെഫ്റ്റ് പോകും. പ്രാർത്ഥനക്ക് പോകണ്ട എന്ന് പിശാചിന്റെ ചെവി പറയുമ്പോൾ നീ കിടന്നുറങ്ങും. പേര് ജോലിക്കാണ്. ജോലി ആരാ തന്നത്? ജോലിയുടെ പേരും പറഞ്ഞ് ആരാണ്ട സമയത്ത് കിടന്നുറങ്ങുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ട സമയത്ത് കാര്യങ്ങൾ ആത്മീകമായിട്ട് വരാൻ കഴിയാത്തപ്പോൾ ഓർത്തോണം, ഇതൊക്കെ പിശാചിന്റെ ടെക്നിക്ക്. നന്മ തന്നത് ദൈവമാണെങ്കിൽ അവനെ ആരാധിക്കുന്നതിൽ കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെ വില കൊടുത്ത് ആരാധിക്കുന്നവനെയാണ് ദൈവം ഉയർത്തുന്നത്. അങ്ങനെ ഒന്ന് ആരാധിച്ചു നോക്ക്, അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അല്പ ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിലും ആരാധന ദൈവത്തോടാണെന്ന് തിരിച്ചറിഞ്ഞ് ആരാധനയിൽ വരുവാൻ അല്പ ശുഷ്കാന്തി ഒന്ന് കാണിച്ചു നോക്കിക്കേ. ഒന്ന് പ്രാർത്ഥിക്കാൻ അല്പ വീര്യം കൂടട്ടെ, ഇന്ന് ഉപവസിക്കാൻ തയ്യാറാകട്ടെ. അങ്ങനെ ആത്മീക ജീവിതം വളരാൻ തുടങ്ങുമ്പോൾ ഈ അടിമനുഖത്തിൽ നിന്ന് നീ വെളിയിൽ വരും. യേശു നിന്നെ വീണ്ടും സ്വതന്ത്രനാക്കും. മനസ്സിലാക്കുന്നുണ്ടോ? അവസാനം ഞാൻ ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല, സമയം പോയതുകൊണ്ടാ. നിന്റെ നുഖത്തെ നീ കുടഞ്ഞു കളയണം. യേശാവിനോട് പറഞ്ഞു, നിന്റെ നുഖത്തെ നീ കുടഞ്ഞു കള. ഏറ്റവും അവസാനം ബൈബിൾ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ. ഇനി പറയുന്ന ദൂത് ഹൃദയത്തെ കുറിച്ചോണം. ഒത്തിരി വിശദീകരിച്ച് പറയാൻ സമയമില്ല. എന്താണെന്നറിയാവോ? എൻ്റെ ദുഃഖം മൃദുവാണ്. നിന്നെ ഒരിക്കലും ഭാരപ്പെടുന്നതല്ല, നിന്നെ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നതല്ല. അല്പം പ്രയാസം നിനക്കുണ്ടായാൽ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ശബ്ദം, എൻ്റെ അടുക്കലേക്ക് പോരെ, എന്റെ അടുക്കലേക്ക് പോരെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥന മുറിയിലേക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത് പ്രശ്നം, ലോകത്ത് പ്രശ്നം, UK പ്രശ്നം, ഇവിടെ ആർക്കും വിസ കിട്ടുന്നില്ല. ലോകം പറയാവുന്നതെല്ലാം പറഞ്ഞോട്ടെ. പക്ഷെ ബൈബിള് പറയുന്നു, നീ എന്റെ അടുക്കലേക്ക് പോര്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറയുന്നു. എന്റെ ദുഃഖം മൃദുവാണ്, എന്റെ ദുഃഖം ലഘുവാണ്. അത് എടുത്തുകൊണ്ട് എന്നോട് പഠിക്കാൻ തയ്യാറായാൽ അവനെ ഉയർത്തുന്ന ഒരു കരമുണ്ട്. ആടിപ്പഴുതുള്ള കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നു. യേശു നിന്നെ അവന്റെ അടുക്കലേക്ക് വിളിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചേ. ആശീർവാദം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ. എനിക്ക് നിങ്ങളോടെല്ലാം വളരെ സ്നേഹമാണ്. അതുപോലെ നിങ്ങളെ ഞങ്ങളെയും സ്നേഹിക്കുന്നു. പക്ഷെ ഇന്ന് ഈ വചനം ഇവിടെ ഇടപെടുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായെങ്കിൽ
ദൈവസഭ ഇതിൽ നിന്ന് വെളിയിൽ വരണം. കുറിവാക്യങ്ങൾ 2 ഹൃദയത്തിൽ കുറിച്ചു കൊള്ളണം. ഏത് മുഖമാണ് നിന്റെ മേൽ പ്രബലപ്പെടുന്നത്? മിസ്രൈമിന്റെ മുഖമാണോ? വളരാൻ കഴിയാത്ത മുഖമാണോ? കയ്പിന്റെ മുഖമാണോ? ഉയർച്ചയില്ലാത്ത മുഖമാണോ? ഇരുന്നകം നന്മ അനുഭവിക്കാൻ കഴിയാത്ത മുഖമാണെങ്കിൽ അത് മിഥ്യന്റെ മുഖമാണോ? സാധ്യതയുണ്ട്, പക്ഷെ നിനക്ക് ഫലം കൊയ്യാൻ പറ്റുന്നില്ല. നീ വിതച്ചു, പണമിറക്കി, കഷ്ടപ്പെട്ടു, വിസ അടിച്ചു, പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നു, പക്ഷെ നന്മ അനുഭവിക്കാൻ പറ്റുന്നില്ല. ബൈബിൾ പറയുന്ന മിഥ്യന്റെ മുഖമാണ്. അതിന് പരിഹാരമായിട്ട് ബൈബിൾ പറയുന്ന അതിന്റെ മുഖത്തെ ദൈവം ഉടച്ചു കളയും. മറ്റൊരു മുഖമുണ്ട്, ബാബിലോണിന്റെ മുഖം ഇരുമ്പ് മുഖമാണ്. അത് വെച്ചാൽ പിന്നെ നിനക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. 24 മണിക്കൂറും ജോലിയാണ്. കാരണം എന്നാ? കാര്യങ്ങൾ നടക്കണമെങ്കിൽ കാളയെ പോലെ അധ്വാനിക്കണം, കാളയെ പോലെ ഓടണം, കാളയെ പോലെ ഉറക്കം നിൽക്കണം. എത്ര അധ്വാനിച്ചിട്ടും അത് കയ്യിൽ നിൽക്കുന്നില്ലെന്ന്, ഫലമുണ്ടാകുന്നില്ലെന്ന്, ഇതൊരു വഴിക്ക് കൂടി ചോർച്ച ചെയ്യപ്പെടുകയാണെന്ന്, അധ്വാനം നടക്കുന്നു പക്ഷെ സേവിങ് ഇല്ലെന്ന്, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെന്ന്, സഹായിക്കാൻ കഴിയില്ലെന്ന്, നാട്ടിൽ ഒത്തിരി പേരുണ്ടെന്ന് അവർക്കൊരു ഷാടകമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ലെന്ന്. കാരണം എന്താ? ഇരുമ്പ് മുഖമാണ്. അധ്വാനിക്കുന്നതിന്റെ ഫലം നിനക്ക് ലഭിക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ കാളയ്ക്ക് കൊടുക്കാൻ ഒരു മനുഷ്യനുമില്ല. ഇതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രിയരെ ആത്മാവിടപെടുന്നു. അങ്ങനെ വലിച്ചിട്ടും കയറാത്ത ഏതെങ്കിലും മുഖമുണ്ടെങ്കിൽ അത് ബാബിലോണിന്റെ മുഖമാണ്. യേശുവിന് നിങ്ങളോട് പറയുന്നു, ഞാൻ അതിനെ ഉടച്ചു കളയും, ഞാൻ അതിനെ തകർത്ത് കളയും, ഞാൻ അതിൽ നിന്ന് നിന്നെ വിമുക്തനാക്കും, നിന്നെ ദൈവം ഉയർത്തും. ദൈവം നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താടിരിപ്പീൻ. ഗുരുതരമായ ദുഃഖം, അടിമ ദുഃഖം. ആരും പെട്ടുപോകരുത്, ആരും മൂക്കുകുത്തി അടിമമുഖത്തിലേക്ക് വീഴരുത്. യേശു നിന്നെ വിളിക്കുന്നു യേശുവിന്റെ മുഖം ചുമക്കാൻ. ഇതുവരെ യേശുവിന്റെ മുഖം ചുമന്നിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനമെടുക്കുക. എന്താ യേശുവിന്റെ മുഖം? യേശുവിന്റെ മുഖം ശിഷ്യത്വത്തിന്റെ മുഖമാണ്. യേശുവിന്റെ മുഖം നിന്നെ ഡയറക്റ്റ് ചെയ്യുന്ന മുഖമാണ്. നിന്റെ ഗമനങ്ങളെ സൂക്ഷിക്കുന്ന മുഖമാണ്. നിത്യതയിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നൊരു മുഖമുണ്ട്. ആ മുഖത്തെ കുറിച്ച് പറയുന്നത്, ഒട്ടും ഭാരമില്ല, ഭാരമുള്ളവരെല്ലാം എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ ആശ്വസിപ്പിക്കാം, എന്നിട്ട് എന്റെ മുഖം ഞാൻ തരാം. ഇത് ലഘുവാണ്, മൃദുവാണ്. ഇന്ന് വിശുദ്ധന്മാരെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് പറ, ഇവിടെ നിന്ന് പോകുമ്പോൾ യേശുവിന്റെ മുഖവുമായിട്ട് ഞാൻ പോകും, യേശുവിന്റെ മുഖവുമായിട്ട് ഞാൻ. മൃദുവായ ദുഃഖം. എത്ര പ്രശ്നമുണ്ടപ്പോഴും നിന്നെ തലോടുന്ന, നിന്നോട് ഇടപെടുന്ന വചനമുണ്ടല്ലോ, നിന്നെ കംഫോർട്ട് ചെയ്യുന്ന പാട്ടുണ്ടല്ലോ, പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും ഒക്കെ നിന്നെ ആശ്വസിപ്പിക്കുന്നത് ഈ മുഖമാണ്. അവന്റെ കരുതൽ അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞേ. യേശുവിനെ എല്ലാവരെയും വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിനെന്ന് പറയും. നമുക്ക് കുടഞ്ഞു കളയാം. മിസ്രൈമിന്റെ മുഖം കുടഞ്ഞു കളയാം, മിദ്യാന്റെ മുഖം കുടഞ്ഞു കളയാം, ബാബിലോണിന്റെ മുഖം കുടഞ്ഞു കളയാം, അടിമത്ത മുഖം കുടഞ്ഞു കളയാം. ഇസ്ഹാക്ക് പറയുന്നു, നിനക്കൊരു സമയം വരുന്നു, നിനക്കൊരു വിടുതൽ വരുന്നു, അങ്ങനെ മുഖത്തെ നീ കുടഞ്ഞു കളയണം. പരിശുദ്ധ പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളോട് ദൈവം ഇടപെട്ടല്ലോ. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവകൃപയിൽ ഞങ്ങളെ പതിയണം. യേശുവിന്റെ മൃദുവായ ലഘുവായ മുഖം ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ ഒരു നല്ല ശിഷ്യനെ പോലെ അനുഗമിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ക്രൈസ്റ്റ് സെൻട്രൽ ദൈവസഭയെ കർത്താവ് ആശീർവദിക്കണം. എല്ലാ ദുഃഖത്തിന്റെ ആ കെട്ടപ്പാടിൽ നിന്ന് അവരെ വിടുവിക്കണം. എല്ലാ ഇരുളിന്റെ വ്യാപാരവും തകർന്നു മാറട്ടെ. യേശുവിന്റെ കരം ചലിക്കട്ടെ. ദൈവം ഈ സഭയെ ഉയർത്തണം. കൃപ കൂടെയിരിക്കണം. തലമുറകൾ വളരട്ടെ. ഉയർച്ചയെ ബിറ്റർനെസ്സിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം. യേശുവിന്റെ മുഖം ചുമന്നുകൊണ്ട് ഇന്ന് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകുവാൻ ഈ കൊച്ചു സഭയെ കർത്താവ് ആദരിക്കണം. അടിയനും എളിയവനും ഈ സന്ദേശം പറയാൻ ബലപ്പെടുത്തിയല്ലോ. ഈ വചനം ജനങ്ങൾക്ക് വിടുതലാക്കി തീർക്കണം. കൃപ കൂടെയിരിക്കണം. ഇനി ഒരിക്കൽ കൂടി കാണുവാൻ അവസരം ലഭിച്ചാൽ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കൂട്ടിവരുത്തണം. മഹത്വം, മാനം, പുകഴ്ച, ബഹുമാനം കർത്താവിന് മാത്രം. യേശുവിനെ മുഖം ചുമക്കാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ നിന്ന് എഴുതിയിട്ട്
വിവിധ നുഖങ്ങളെ കുറിച്ച് കർത്താവിന്റെ ദാസനിലൂടെ നല്ല ആലോചന നമ്മൾ കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നുഖം ചുമക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ ഇന്നൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അതിനകത്ത് നിന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വിടുതൽ വേണം. ഹല്ലേലൂയ.